കുറച്ച് നാളുകൾക്ക് മുൻപ് റെബേക്കയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ വളരെയധികം തന്നെ വിഷമമായി നേരിടേണ്ടി വന്നിരുന്നു. അതിനെക്കുറിച്ചൊക്കെ പ്രേക്ഷകർക്ക് നന്നായിട്ടറിയാം. റെബേക്ക തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുമുള്ളതാണ്. ആരാധകർക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു താരം തന്നെയാണ് റെബേക്ക. ഇപ്പോൾ റെബേക്ക ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നു. 2026 കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആ പോസ്റ്റ് എത്തുന്നത്. പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം താരത്തിനെ പിന്തുണയ്ക്കാൻ തോന്നും. 2026 തുടങ്ങിയതേയുള്ളൂ. തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 60 ദിവസം തികച്ചായിട്ടില്ല. ഒരു മാസം പൂർത്തിയായി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെന്ന് ഇപ്പോൾ താരം തന്നെ ചോദിക്കുന്നു. മാറ്റങ്ങളെന്ന് എടുത്തു പറയാൻ ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ എന്തൊക്കെയോ സംഭവിച്ചു. അക്കൂട്ടത്തിൽ താരം പങ്കുവച്ചിരിക്കുന്നൊരു ചിത്രമാണ് പ്രേക്ഷകരെ എല്ലാവരെയും ഇപ്പോൾ ഞെട്ടിച്ചത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ ഞെട്ടിയിരിക്കുന്നതും ഇതേ വാർത്ത കേട്ട് തന്നെയാണ്. റെബേക്കയുടെ കാലിൻ്റെ ചിത്രമാണ് റെബേക്ക പങ്കുവച്ചിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു റെബേക്കയുടെ കാലിന് സ്റ്റിച്ച് വീണതും ഒക്കെയും. ആ സ്റ്റിച്ചിൻ്റെ ചിത്രം റെബേക്ക പങ്കുവച്ചപ്പോൾ വളരെയധികം സങ്കടം തോന്നി എല്ലാവർക്കും. കാലിലൊരിക്കലും ഉണങ്ങാത്ത മുറിവ് പോലെയൊരു സ്റ്റിച്ചാണ്. കാലിൻ്റെ കണങ്കാലിന് ഒക്കെ കിട്ടുന്ന ഇത്തരത്തിലെ മുറിവ് പോകാൻ വളരെയധികം പ്രയാസമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇത് പോവുകയുള്ളൂ. എന്നാൽ റെബേക്ക വളരെയധികം കഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുന്നുണ്ട്. ഒരിക്കലും ഉണങ്ങാൻ മുറിവ് ബാക്കിയുള്ള അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെട്ട സ്ഥലത്ത് പറ്റുമ്പോൾ അതിൻ്റെ പ്രയാസം മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. നമ്മളെന്തോ ചെയ്തിട്ടാണ് മുറിവ് ഉണങ്ങാത്തതെന്ന് മറ്റുള്ളവർ കരുതും. പക്ഷേ അങ്ങനെയല്ല. അതിന് വളരെയധികം കൃത്യമായ കാര്യങ്ങളുണ്ട്. മരുന്ന് കഴിച്ചാൽ പോലും ചിലപ്പോൾ ഉണങ്ങണമെന്നില്ല. അതിന് അതിൻ്റേതായ രീതിയുണ്ട്. ഇത്തരത്തിലെ പോർഷനുകളിൽ തന്നെ ഇത്തരത്തിൽ പറ്റുന്ന അപകടങ്ങൾക്ക് ഡോക്ടർ കൂടുതൽ സമയം റിക്കവറി ഡേറ്റ് കൊടുക്കാറുണ്ട്. എന്നാൽ തൻ്റെ മുമ്പിൽ ഷൂട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ റെബേക്ക അതൊന്നും തന്നെ സാരമായി കണ്ടില്ല. തൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരുപാട് പേരുടെ ജീവിതം മാറ്റിവെച്ചിട്ടുണ്ട്. പലരും ഇതിൻ്റെ ഒരു ഡെയിലി വേസിൽ കഴിഞ്ഞു പോകുന്നവരുണ്ട്. അവർക്കൊന്നും ഒരു മുടക്കവും സംഭവിക്കരുത് എന്ന് ഓർത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ റെബേക്ക ആ കാല് വെച്ച് ഷൂട്ടിന് പോയി. എന്നിട്ട് ഇപ്പോൾ ഇത്രയും വലിയ മുറിവും വെച്ചാണ് റെബേക്ക നിൽക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞെട്ടലുണ്ട്. സ്വന്തം ആരോഗ്യം നോക്കാതെ ഇങ്ങനെ നിൽക്കരുത് റെബേക്ക. ഇത് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ റെബേക്കയ്ക്ക് ഇത്രയും മുറിവുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ജോലിക്ക് വിടില്ലായിരുന്നു. എന്താണ് ചെയ്തതെന്ന് പലരും ചോദിക്കുകയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ റെബേക്കയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.